നമസ്കാരം. മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി. കല്ലിയോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമാണ് ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. ഇത് എന്റെ പ്രതിജ്ഞയായിരുന്നു എന്നാണ് വീടുകൾ സന്ദർശിച്ച ശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രതികരിച്ചത്. പെരിയ ഇരട്ടക്കൊലയ്ക്ക് ശേഷം ആദ്യമായാണ് ആന്റണി കേരളത്തിൽ എത്തുന്നത്. പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ നിന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികൾ തുടങ്ങുക എന്ന പ്രതിജ്ഞ താൻ നിറവേറ്റിയിരിക്കുകയാണെന്നും ആന്റണി മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിച്ചു. സംസ്ഥാനത്ത് UDF-നു വേണ്ടി എ.കെ. ആന്റണിയുടെ പ്രചാരണത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത്. എല്ലാ ജില്ലകളിലെയും പരിപാടികൾക്കു ശേഷം 18-ന് തിരുവനന്തപുരത്താണ് സമാപനം. പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകളിലെത്തിയ എ.കെ. ആന്റണിക്ക് മുൻപിൽ ബന്ധുക്കൾ സങ്കടങ്ങളുടെ കെട്ടഴിച്ചു. ആന്റണിയെ കണ്ടതോടെ കൃപേഷിന്റെ മാതാപിതാക്കളും സഹോദരിയും വിതുമ്പിക്കരഞ്ഞു. ഇതു കണ്ട് മുതിർന്ന നേതാവിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹവും കണ്ണുകൾ നിറഞ്ഞ് വിതുമ്പി. ശരത്ലാലിന്റെ വീട്ടിലേക്കാണ് ആദ്യം ആന്റണി എത്തിയത്. കൃപേഷിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ പാതയോരത്ത് ഇരുവരുടെയും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. മക്കളെ കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാൻ CBI അന്വേഷണം വേണം എന്ന മാതാപിതാക്കളുടെ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണയുമായി താനുണ്ട് എന്ന് ആന്റണി ഉറപ്പു നൽകി. പെരിയ ഇരട്ട കൊലപാതകത്തിനു CPM-നുള്ള ശിക്ഷ ബാലറ്റിലൂടെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM-നെതിരെ നിശിതമായ വിമർശനമാണ് ആന്റണി ഉന്നയിച്ചത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം കുഴിച്ചു മൂടപ്പെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പെരിയ ഇരട്ട കൊലപാതകത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. ഇതോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം കുഴിച്ചു മൂടപ്പെടണമെന്നും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ടയെന്നും ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരളത്തിൽ ഇത്തവണ UDF തൂത്തുവാരും. നീതിബോധമുള്ള ജനങ്ങൾ LDF സർക്കാരിന് ഇത്തവണ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ നൽകുമെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ BJP-യുടെ വാക്കുകൾ മാർക്സിസ്റ്റുകാർ കടം വാങ്ങുകയാണെന്നും BJP ശക്തമായുള്ളിടത്തൊക്കെ അവരെ നേരിടുന്നത് കോൺഗ്രസ് ആണെന്നും ആന്റണി പ്രതികരിച്ചു. BJP-ക്കെതിരെ CPM എവിടെയൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ BJP-ക്കെതിരെ സംസാരിക്കാൻ പിണറായി വിജയന് കഴിയുമോ എന്നും ആന്റണി ചോദിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്നു.